നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. 2025 ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയ് മാസം 24-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നമ്മുടെ മുന്നിൽ വളരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ പഠിച്ചാൽ, അത് നന്നായി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരികയാണ്. അതായത് 2023-24 വർഷങ്ങളിലായിട്ട് നടത്തിയ ഏതാണ്ട് 7-8ഓളം ഡിഗ്രി പ്രിലിമിനറി എക്സാമുകൾ, അതായത് പോസ്റ്റുകളിലേക്കുള്ള പ്രിലിംസ് എനിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അവിടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്? അതായത് ഷോർട്ട് ടേമിൽ വളരെ കുറച്ച് ടോപ്പിക്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചപ്പോൾ എനിക്ക് ഡിഗ്രി പ്രിലിംസ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുക. ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പറ്റുന്ന, അതായത് ഈ ഷോർട്ട് പീരീഡിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഞാൻ നേടിയിട്ടുള്ള ഡിഗ്രി പ്രിലിമിനറി, കഴിഞ്ഞ എക്സാമുകളിൽ ഞാൻ നേടിയിട്ടുള്ള ഡിഗ്രി പ്രിലിമിനറി എക്സാമുകളുടെ റിസൾട്ടാണിത്. അതായത് സബ് ഇൻസ്പെക്ടർ 2022, ദെൻ ആംഡ് സബ് ഇൻസ്പെക്ടർ 22, ദെൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 22, ദെൻ കേരള കോപ്പറേറ്റീവ് ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ 2023, ദെൻ മാർക്കറ്റിംഗ് ഓർഗനൈസർ 22, നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി 23, സബ് ഇൻസ്പെക്ടർ വീണ്ടും 23, ആംഡ് 23. അങ്ങനെയാണ്ട് 8ഓളം എക്സാമുകളാണ് പ്രിലിമിനറിയിൽ എനിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അവിടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഷോർട്ട് ട്രിക്സ്, അതായത് സ്മാർട്ട് വർക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലടാ, നമുക്ക് നേരെ നമ്മുടെ സിലബസ്, ആദ്യം നമ്മുടെ സിലബസിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. 100 മാർക്കിൻ്റെ ടോപ്പിക്സ് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവനും പഠിച്ചിട്ട് പോയി നമുക്ക് ഈ പ്രിലിമിനറി എക്സാം ഇനിയുള്ള സമയത്ത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ കുറേ നാളായിട്ട് പഠിച്ചു വരുന്നവരാണെങ്കിലും ഇനി പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ട്, അതായത് ഇനിയുള്ള ദിവസങ്ങൾ 24-ന് മുമ്പ് വരെയുള്ള ദിവസങ്ങളിൽ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ട് ആ ദിവസങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കാം. അതിലാദ്യ പ്രയോറിറ്റി കൊടുക്കേണ്ട 1, 2, 3 സബ്ജക്ട്സ് ഉണ്ട്. ഭയങ്കരമായിട്ട് GK ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില സബ്ജക്ട്സ് ഉണ്ട്. അതിലൊന്നാണ് എക്കണോമിക്സ് എന്ന് പറയുക. അതിന് കാരണം 5 മാർക്കിന് റീജിയനാണ്. പക്ഷെ നമുക്ക് വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. ഇതിലെ പല ടോപ്പിക്സ് വെച്ചിട്ട് ഡ്രൈ ആയിട്ട് തോന്നാം. പക്ഷേ ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും കുറഞ്ഞ സമയം കൊണ്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതൊരു സെക്ഷനാണ്. ഈ ഒരു ടോപ്പിക്സ് ഇത്രയും ഒരു സെക്ഷനാണ്. ഇവിടെ നിന്ന് 1 മാർക്ക് നിശ്ചയമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. ഡെഫിനറ്റ് ആണ് 1 മാർക്കിൻ്റെ ചോദ്യം ഈ ഒരു റീജിയനിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. കുറച്ച് കോൺസെപ്റ്റ് ഓറിയൻ്റൽ ആണ്. അതായത് ഇത്രയും ടോപ്പിക്സ് പഠിക്കാൻ വലിയ പാടില്ല. ഈ ടോപ്പിക്സ് പഠിക്കാൻ എളുപ്പമാണ്. ഈ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക വളരെ വേഗത്തിൽ, ചിലപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സാണ്. പക്ഷേ ഈ ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്ന വേരിയൻ്റ് ഒരു ഇച്ചിരി ടഫാണ്. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് വേസ്റ്റ് ആവില്ല. കാരണം ആ ടോപ്പിക്സ് പഠിച്ച ഇക്വേഷൻസ് കൂടെ പഠിച്ചു വെച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതലും ഈ ഒരു റീജിയനിൽ നിന്നാണ് ചോദ്യം വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. ഓക്കെ, ആ ഒരു റീജിയന് ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൊടുക്കണം. ദെൻ അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇത് സ്റ്റാറ്റിക് ആണ്. നിങ്ങൾ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിരിക്കും ഇത്രയും ഭാഗങ്ങൾ. നീതി ആയോഗ് വരെയുള്ള ഈ ഭാഗങ്ങൾ തിയററ്റിക്കൽ ഭാഗമാണ്. നിങ്ങൾക്ക് പഠിച്ചാൽ സുഖമായിട്ട് 1 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. 1 മാർക്ക് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്ന് വരാനും സാധ്യതയുണ്ട്. എന്നാൽ അതിനുശേഷം കിടക്കുന്ന ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത് വളരെ മിനിമലായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് SBIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്താലും ഇനിയുള്ള സമയത്ത് കുഴപ്പമില്ല. കാരണം അത്രയും പഠിച്ചാൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമായിരിക്കും. പക്ഷേ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കാര്യം, പഠിച്ചാലും പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും വിഷയമില്ല. പക്ഷേ RBIയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫങ്ഷൻസ് നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. അവിടെ തന്നെ നിങ്ങൾ മോണിറ്ററി പോളിസിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. മോണിറ്ററി പോളിസി നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം റിപ്പോ റേറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അവിടെ നിന്ന് 1 മാർക്ക് ഉറപ്പാണ്. ഇവിടെ നിന്ന് 1 മാർക്ക് കിട്ടും. ഇവിടെ നിന്ന് 1 മാർക്ക് കിട്ടും. ദെൻ ഇവിടെ നിന്ന് 1 മാർക്ക്, ഇവിടെ നിന്ന് 1 മാർക്ക്. ദെൻ ഇവിടെ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടാക്സേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫിസ്ക്കൽ പോളിസി വരെയുള്ള ഭാഗം ഒരു റീജിയനാണ്. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കുക, 2025-26 കേരള ഇന്ത്യ ബജറ്റ്, ഇതിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ആ ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ടോപ്പിക്കുകളുടെയും താഴെ
എന്ത് കൊടുത്തിട്ടുണ്ട്, കറണ്ട് അഫെയർ 11 ടു ദ ടോപ്പിക് എന്നൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു ടോപ്പിക്ക് കറണ്ട് അഫെയറിൽ വരാം. അത് ചിലപ്പോൾ റിപ്പോ റേറ്റിലുണ്ടായ മാറ്റമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ബജറ്റിൽ നിന്നുള്ളൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും അവിടെ കറണ്ട് അഫെയർ വരിക. അപ്പോൾ അവിടെ ബജറ്റിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ അത് കൂടാതെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒന്നും ഒരുപാടില്ല പഠിക്കാൻ. ടാക്സ് നോൺ ടാക്സസ് അത് വലിയ കാര്യമായിട്ടില്ല, പക്ഷേ അവിടെ GST നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും പഠിച്ചാൽ ഇതിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമ്മൾ ഇവിടെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു റീജിയനുമായി ബന്ധപ്പെട്ട ടോപ്പിക് അല്ല, അത് സിവിക്സിൽ നിങ്ങൾ പഠിക്കും, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുകയാണ്, ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗം ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്കണോമിക്സിൽ നിന്ന് ഒരു 4 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനിയുള്ള സമയത്താണെങ്കിലും ഒന്നാമത്തെ പ്രയോറിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയും സെക്ഷനാണ്. ഇത്രയും സെക്ഷൻ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ സെക്കൻഡ് പ്രയോറിറ്റിയിൽ ഇത്രയും സെക്ഷൻസ് സെക്കൻഡ് പ്രയോറിറ്റിയിൽ തീർക്കുക. ദെൻ അതിനുശേഷം തേർഡ് പ്രയോറിറ്റിയിൽ നിങ്ങൾ ഇത്രയും തീർക്കുക. ദെൻ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബജറ്റ് കേരളയാണ്. കേരള ബജറ്റും ഇന്ത്യൻ ബജറ്റിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പക്കയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 to 4 മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 5 സ്കോർ ചെയ്യണമെന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ലക്കിന് 5 കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ 3 to 4 കിട്ടും. ഇത് പഠിച്ച് തീർക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു 4 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 4 മണിക്കൂർ പക്കയായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് നിങ്ങളൊരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് പഠിച്ച് തീർക്കാനായിട്ട് പറ്റുന്ന ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞത്. then അതിൻ്റെ ക്ലാസ് ഒക്കെ കാണുകയാണെങ്കിൽ പോലും ഒരു 7 മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കൽ ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ പോലും ഒരു 7 മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ട് പറ്റും. അതായത് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഇതിലെ ചില ടോപ്പിക്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതൊരിക്കലും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. then അടുത്തൊരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഞാനപ്പം ഇത്രയും ടോപ്പിക്സാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഞാൻ ആക്ച്വലി ഈ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ സ്കിപ്പ് ചെയ്തു, ഞാനത് പഠിച്ചില്ല. then അതേപോലെ സിവിക്സിന് ഇവിടെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. സിവിക്സിലാണ് ഞാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദെൻ ഇവിടെ ബാക്കി വരുന്ന എല്ലാ റീജിയൻസിനും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു. എനിക്ക് ടൈപ്സ് ആൻഡ് ഞാൻ എഴുതിയ എക്സാമുകൾക്കൊന്നും കാര്യമായിട്ട് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ വന്നില്ല. അപ്പോൾ RBIയിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വന്നു. ഞാൻ അവിടെ നിന്ന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതെല്ലാം പഠിച്ചിട്ടാണ് പോയത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കാനായിട്ട് ശ്രമിക്കുക. എക്കണോമിക്സിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ അതിനുശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മക്കളെ, ഇത് 5 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. ഇത്രയും സിലബസ് പഠിച്ചാൽ മതി. ഇത് വലിച്ച് കീറി ഒട്ടിച്ചോണം എന്ന് പറഞ്ഞാൽ A to Z കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ, അങ്ങനെ പറയാമല്ലോ, വള്ളി പുള്ളി തെറ്റാതെ നിങ്ങൾ പഠിക്കണം. അതായത് കോൺസ്റ്റന്റ് അസംബ്ലി ആയിക്കോട്ടെ, ഇവിടെ നിങ്ങൾ 1773 തൊട്ട് 1947 വരെയുള്ള ആക്ടുകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, സിറ്റിസൺഷിപ്പ്, അമെൻമെന്റ്, പഞ്ചായത്തി രാജ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എമർജൻസി, ഇത്രയും കാര്യങ്ങളും നിങ്ങൾ ഒരെണ്ണം പോലും വിടണ്ട. ഇവിടുന്ന് എല്ലാം നിങ്ങൾക്ക് ചോദ്യം കിട്ടും. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത്രയും ഭാഗം കൂടി പഠിക്കുക. ഇത് മുഴുവൻ ഒന്ന് വായിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങളൊരു 10 മണിക്കൂർ മാറ്റി വെച്ചാലും നിങ്ങൾക്ക് നഷ്ടമല്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ഗുണം കിട്ടിയിരിക്കും. 5 മാർക്കിൻ്റെ ടോപ്പിക്കാണ് ഇവിടെ നിങ്ങൾ പഠിക്കണം. ദെൻ 106ാമത്തെ അമെൻമെൻറ്റും പഠിക്കാതെ പോകരുത്. ദെൻ ഇവിടെ വഖഫ് ബില്ല് വന്നിട്ടുണ്ട്, വഖഫ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ അതുപോലെ നമ്മുടെ UCC, നമ്മുടെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കോമൺ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട, യൂണിഫോം കോമൺ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദെൻ അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസ് ആണ്, 5 മാർക്കിൻ്റെ റീജിയനാണ്. ഇവിടെ കിടക്കുന്ന ഈ 5 ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് വീതം ഡെഫിനറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇവിടുന്ന് ഓരോ ഭാഗത്തു നിന്നും ഓരോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങളത് പഠിക്കണം. അവിടെ ഒരു പ്രത്യേകതയുള്ളത്, കറണ്ട് അഫെയർ കൂടി കണക്ട് ചെയ്ത് പഠിച്ചോളാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, IT-യിൽ നിന്ന് കറണ്ട് അഫെയർ കൂടി കണക്ട് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, ഞാനും അങ്ങനെയാണ് പഠിച്ചത്. കറണ്ട് അഫെയർ കൂടി കണക്ട് ചെയ്ത് പഠിക്കണം. ഇവിടെ നിങ്ങൾ 5 മാർക്കും വാശി പിടിക്കേണ്ട, ഒരു 4 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ, 5 മാർക്ക് നിങ്ങൾ വാശി പിടിക്കേണ്ട. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ 5 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ദെൻ എക്കണോമിക്സിൽ ഞാൻ പറഞ്ഞ 4+5+, അവിടെ ഒരു 3 to 4 ഞാൻ പറഞ്ഞത് കേട്ടോ. 3 to 4 എക്കണോമിക്സിൽ ഞാൻ പറഞ്ഞു. ദെൻ അതിനുശേഷം 5 മാർക്ക് ഞാൻ എവിടെ പറഞ്ഞു, ഞാൻ പൊളിറ്റിയിൽ പറഞ്ഞു. അതേപോലെ 4 മാർക്ക് ഞാനിപ്പോൾ IT-യിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ ആ 4 മാർക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അവിടെ കൃത്യമായിട്ട് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഓക്കെയാണ്. ദെൻ ഞാൻ പറയുന്ന ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. പിന്നെ എനിക്ക് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നത്, ഇവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. കാരണം കറണ്ട് അഫെയർ അരച്ച് കലച്ച് കുടിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് കിട്ടത്തുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് 10 ചോദ്യം ചോദിച്ചാൽ അവിടെ നിന്ന് ഒരു 5 ചോദ്യങ്ങൾ
അറ്റ്ലീസ്റ്റ് ഒരു 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കറണ്ട് അഫെയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പോഴത്തെ അവാർഡ്സും ഇപ്പോഴത്തെ കായിക മത്സരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ 5 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് കറണ്ട് അഫെയർ നന്നായിട്ട് വെട്ടിപ്പായിട്ട് ഇവിടെ പഠിച്ചിരിക്കണം. ദെൻ അതിനുശേഷം പ്രധാന അവാർഡുകളൊക്കെ കിടപ്പുണ്ട്. ദെൻ ഈ കാര്യങ്ങൾ, ഈ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ കളികളുമായി ബന്ധപ്പെട്ട ടേംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം. ഒളിമ്പിക്സ് നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു വെക്കുക. ദെൻ ഏഷ്യൻ ഗെയിംസിൻ്റെയൊക്കെ ചരിത്രം നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഞാനിതൊക്കെ കൃത്യമായിട്ട് നോക്കിപ്പോയി. ദെൻ എഴുത്തുകാര, തൂലികാനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കഥകൾ, പ്രശസ്തമായ വരികൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. മലയാള പത്രപ്രവർത്തനം നോക്കിപ്പോകണം. അതേപോലെ ജ്ഞാനപീഠം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മലയാള സിനിമ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ മലയാള സിനിമയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞേ? ദെൻ അതിനുശേഷം ഇവിടെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും സാംസ്കാരിക നായകന്മാരും. ഇവിടെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ ആവാത്ത ഒരാളാണ് ആരെന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. ഇവരെ രണ്ടുപേരെയും നിർബന്ധമായും പഠിച്ചോണം. ബാക്കി എല്ലാവരും പഠിക്കണം. പക്ഷേ ഞാൻ ഒരു 5-6 ആളുകളെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതിലൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, പറ്റുമെങ്കിൽ ഒരു 3-4 തവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് പോവാ. ചട്ടമ്പി സ്വാമി, അതേപോലെ ശ്രീനാരായണ ഗുരു. ഉറപ്പായിട്ടും ഒരു ചോദ്യം നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് ഞാനും ഇവിടുന്ന് വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ പഠിച്ചുള്ളൂ. ഒരുപാടങ്ങ് വാരി വലിച്ച് പഠിക്കാനായിട്ട് പോയില്ല. വളരെ സെലക്റ്റീവായിട്ട് ആവശ്യമുള്ളത് മാത്രം. ഇതൊന്നും ഞാൻ വായിച്ചിട്ടേ ഇല്ല. കാരണം അവിടെ നമുക്ക് ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും. പ്രധാന ട്രോഫികൾ, മത്സരങ്ങൾ, ദെൻ കായിക ഇനങ്ങൾ, കളിക്കാരുടെ എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ നിന്നും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടേ ഇല്ല. ഇവിടെ നിന്നൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടേ ഇല്ല. ദെൻ അതേപോലെ തന്നെ ഇവിടെയാണെങ്കിലും ഈ ആദ്യ ടോപ്പിക്സുകൾക്കൊന്നും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ബഹുമതികളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ മാത്രം, ഇവിടുന്ന് CA മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ. കാരണം അങ്ങനെ പഠിച്ചപ്പോഴാണ് എനിക്ക് അവിടെ നിന്നൊക്കെ വളരെ വേഗത്തിൽ തീർത്ത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയത്. ഓക്കെ അല്ലടാ? ഇനിയും ഹിസ്റ്ററിയിലേക്കാണ് വരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കിപ്പ് നടത്തിയിരിക്കുന്ന ഒരു ഭാഗം ഹിസ്റ്ററിയാണ്. 10 മാർക്കിൻ്റെ ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ഇത് മുഴുവൻ പഠിച്ചിരുന്നാൽ നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെ കേരള ഹിസ്റ്ററി നിങ്ങൾ അത്യാവശ്യം വെടിപ്പായിട്ട് പഠിക്കുക. പക്ഷേ പഠിക്കുമ്പോൾ ഈ ഭാഗത്തിന് ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സാധനമല്ല. സ്കിപ്പ് ചെയ്ത് പഠിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956 ഒരുപാടൊക്കെ പഠിക്കേണ്ട. അതായത് കറണ്ട് അഫെയർ പരമായിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എങ്കിൽ മാത്രം നിങ്ങൾ നോക്കുക. ഇല്ലെങ്കിൽ അവിടെയും ഒരു സ്കിപ്പിലേക്ക് പോകുന്നതാണ് നല്ലത്. ദെൻ അതിനുശേഷം അറൈവൽ ഓഫ് യൂറോപ്യൻസ് പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരുപാട് സമയം ഇടരുത്. ഇത് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോണം. അതായത് ട്രാവൻകൂർ ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനും അങ്ങനെയാണ് പഠിച്ചത്. ദെൻ സോഷ്യൽ റിലീജിയസ് മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ്, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, ഈ ഇത്രയും കാര്യങ്ങൾ കേരള ഹിസ്റ്ററിയിൽ നിന്ന് മസ്റ്റായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ദെൻ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ മെഡീവിയൽ ഇന്ത്യ നല്ലതാണ്. പക്ഷേ അറിയാമെങ്കിൽ മാത്രമേ പഠിക്കാൻ പോകൂ. അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യരുത്, അത് പഠിക്കാനായിട്ട് പോകരുത്. പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും അതേപോലെ തന്നെയാണ്. പക്ഷേ ഇതാ ഇവിടെ തൊട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇന്ത്യ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തൊട്ട് ഇവിടം വരെയുള്ള ഭാഗങ്ങൾ, ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതേപോലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഞാനും അങ്ങനെ സ്കിപ്പ് ചെയ്താണ് പഠിച്ചിട്ടുള്ളത്. ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടമല്ല. കാരണം എന്താ അറിയാമോ? നിങ്ങൾക്ക് 10 മാർക്ക് ഉണ്ട്. പക്ഷേ ഇത് മുഴുവൻ പഠിച്ചിരുന്ന സമയം പോകും. ആ സമയം ലാഭിച്ച് ബാക്കിയുള്ളിടത്ത് നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ദെൻ വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ നിങ്ങൾ ഇത് മുഴുവൻ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ UN-നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കുറച്ചാലും കുഴപ്പമില്ല. UN-നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാറിനെക്കാളും സെക്കൻഡ് വേൾഡ് വാറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കാൻ പറ്റും. എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം ജോഗ്രഫിയിലേക്കാണ് വരുന്നതെങ്കിൽ മറ്റൊരു സ്കിപ്പ് ചെയ്യാനുള്ള ഭാഗമാണ് ജോഗ്രഫി. ഞാൻ സ്കിപ്പ് ഒരിക്കലും ചെയ്താത്ത ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യേണ്ട ടോപ്പിക്സാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവിടെയും 5 മാർക്കാണ് ചോദ്യം. പക്ഷേ ഒരുപാട് പഠിക്കാനുണ്ട്, കടൽ പോലെ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എർത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. ദെൻ അറ്റ്മോസ്ഫിയർ പഠിക്കണം, റോക്സ് പഠിക്കണം. ലാൻഡ് ഫോം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും, അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പ്രഷർ ബെൽറ്റ് നിങ്ങൾ പഠിക്കാം. ടെമ്പറേച്ചറും സീസൺസും പഠിക്കാം. ഗ്ലോബൽ ഇഷ്യൂസ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ദെൻ മാപ്സ് കാര്യങ്ങൾ പഠിക്കാം. റിമോട്ട് സെൻസിങ് നിങ്ങൾ പഠിച്ചിരിക്കണം, അത്യാവശ്യം നല്ലൊരു ടോപ്പിക്കാണ്. ജോഗ്രഫിക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇനിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും, കുഴപ്പമില്ല. ദെൻ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ ഇവിടെ ഫിസിയോഗ്രഫി നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റും. ഈ സാധനം സ്കിപ്പ് ചെയ്യാം. നോർത്തേൺ മൗണ്ടൻ തൊട്ട് കോസ്റ്റൽ പ്ലെയിൻ വരെയുള്ള കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടി ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കേരള ഹിസ്റ്ററി വരുമ്പോഴും അതേപോലെ ഫിസിയോഗ്രഫി നിങ്ങൾ പഠിക്കണം, ഇത് സ്കിപ്പ് ചെയ്യണം. റിവേഴ്സ് പഠിക്കണം. അതേപോലെ തന്നെ റോഡ്, വാട്ടർ, റെയിൽവേ, ട്രാൻസ്പോർട്ട് നിങ്ങൾ പഠിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്താലും വലിയ തോതിൽ നമ്മുടെ മാർക്കിന് എന്ത് ചെയ്തില്ല, അഫക്റ്റ് ചെയ്തില്ല. കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗം ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ്. ഓക്കെ, അതാണ് ഡിഗ്രി പ്രിലിംസിന് കഴിഞ്ഞ 11 സ്റ്റേജുകൾ ഞാൻ എഴുതി വെച്ചിട്ടും
ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ജോഗ്രഫിയിലും ഇതേപോലെ തന്നെ ഒരു സ്കിപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതിനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. ഇനി റിവിഷൻ കൊടുക്കുന്നവരാണെങ്കിലും ഞാനിപ്പോൾ പറയുന്ന ടോപ്പിക്സിന് കൂടുതൽ റിവിഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് സമയം കൊല്ലി സാധനമാണ്. വെറുതെ നിങ്ങളുടെ സമയം കൊണ്ടുപോകും. 5 മാർക്കുണ്ട്. 5 മാർക്കിൽ ഒരു 2 മാർക്കേ കിട്ടിയുള്ളെങ്കിലും ഞാനത് നല്ല മാർക്കാണെന്ന് പറയും. കാരണം നന്നായിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഏത് ടോപ്പിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദാണ്ട് ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞില്ലേ, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ നിങ്ങൾ പഠിച്ചു വെച്ചോ. അത് ചിലപ്പം ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. ഫുഡ് ന്യൂട്രീഷൻ പഠിച്ചു വെച്ചോ. വൈറ്റമിൻസ് പോലെയുള്ള സംഗതികളൊന്ന് പഠിച്ചു വെച്ചോ, നല്ലതാണ്. അതിനുശേഷം പിന്നീട് ഞാൻ പറയുന്നത് ISRO DRDO പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ്. 1 മാർക്ക് കിട്ടും. ഇവിടുന്ന് കറണ്ട് അഫെയർ കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചിട്ട് പോകണം. 1 മാർക്ക് അവിടെ നമുക്ക് കിട്ടും. അതിനുശേഷം ഈ എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന് നിങ്ങൾ പഠിച്ചോ. എനർജി റിക്വയർമെൻറ്റുമായി നോട്ട് റിന്യൂവബിൾ എനർജി പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് 1 മാർക്കിന് ചാൻസ് ഉണ്ട്. 1 മാർക്കിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഈ എൻവയോൺമെൻറ്റൽ സയൻസുമായി ബന്ധപ്പെട്ട ബയോഡൈവേഴ്സിറ്റി, അവിടെ തന്നെ വെസ്റ്റേൺ ഘാട്ട് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഈ കാര്യങ്ങൾ കൂടി പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് അവിടെ നിന്ന് 1 മാർക്കിനുള്ള സാധ്യതയുണ്ട്. ഗ്ലോബൽ വാർമിങ്, കാർബൺ എമിഷൻ, ഇവിടെയുള്ള കറണ്ട് അഫെയർ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്ന 3 മാർക്കാണ്. അവിടുന്ന് 2 മാർക്ക് കിട്ടിയാലും അത് നല്ല മാർക്കാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ അത്രയും സ്കിപ്പ് ചെയ്ത് തന്നെ പഠിച്ചാൽ മതി. കാരണം സമയം കൊല്ലിയാണ്, നമുക്ക് നഷ്ടം ഒരുപാട് സമയത്തിൽ വന്നേക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എടുക്കുന്നതാണ് ബെറ്റർ. ക്ലിയർ ആണ്? അതിനുശേഷം മാത്സ്, അതേപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി. ഇവിടെ 20 മാർക്കിൻ്റെ ടോപ്പിക്സ് ആണ്. ഇവിടെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യണം. 30 ദിവസങ്ങളുണ്ട്. ഒരു 30 ചോദ്യ പേപ്പറുകൾ നിങ്ങൾ ചെയ്തു പോവുക. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കുറേ ടോപ്പിക്സ് ഒക്കെ. 30 ചോദ്യങ്ങൾ പഠിച്ചു പോവുക. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, മെൻ്റൽ എബിലിറ്റിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആ 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതിൽ 2 ദിവസം ഡിലീറ്റ് ആയിരിക്കും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ചെയ്യുന്നതെല്ലാം ശരിയാക്കാനായിട്ട് പറ്റുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന മെൻ്റൽ എബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാത്സും മെൻ്റൽ എബിലിറ്റിയും. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ക്ലാസ് നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് ഞാൻ ചെയ്തത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. എനിക്ക് അറിയാത്ത ഭാഗങ്ങളുണ്ട് എങ്കിൽ അവിടെ ഞാൻ ക്ലാസ്സുകൾ കണ്ടിട്ട് എന്ത് ചെയ്തു, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇംഗ്ലീഷിലും എനിക്ക് പറയാനുള്ള കാര്യം അതുതന്നെയാണ്. നിങ്ങൾ ഡെയിലി വൊക്കാബുലറി പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ ഇവിടെ സിനോണിം പോലെയുള്ള, ആന്റോണിം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പാടാണെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക. ആ മാർക്ക് നമുക്ക് വേണ്ടാന്ന് തന്നെ വെച്ചേക്കണം. കാരണം എന്താണ്, ബാക്കിയുള്ള ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കിട്ടുന്ന മാർക്കിന് ഇവിടെ ഇപ്പോൾ ആന്റോണിമും സിനോണിമും പോയാൽ ബാക്കി ഇത്രയും ഭാഗങ്ങളുണ്ട്. ബാക്കി 10ഓളം ടോപ്പിക്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ 2 എണ്ണത്തിന് വേണ്ടി ഒരുപാട് സമയം നമ്മൾ കളയേണ്ടി വരും. വൊക്കാബുലറി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ അറിയാത്ത ടോപ്പിക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ട് പഠിക്കുകയും വേണം. അത് അഡ്വാൻറ്റേജ് ആണ്. കാരണം അത് 10 മാർക്കിൻ്റെ ടോപ്പിക്കാണ് ഗ്രാമർ. മാത്സിലേക്ക് എത്തിയാലും നിങ്ങൾക്ക് മലയാളമുണ്ട്. മലയാളത്തിൽ 10 മാർക്കിൻ്റെ ടോപ്പിക്സ് ആണ്. 10 മാർക്കാണ് വരിക. അവിടെ നിങ്ങൾക്ക് ഈ പര്യായം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ള 13ഓളം ടോപ്പിക്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഞാൻ പറയുന്ന കാര്യം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അറിയാത്ത ടോപ്പിക്കുകൾ ക്ലാസ് കാണുക. ബാക്കിയൊക്കെ നന്നായിട്ട് സ്കിപ്പ് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ 8 ലിസ്റ്റുകളിൽ എന്ത് ചെയ്തത്, 8 ലിസ്റ്റുകളുടെ പ്രിലിംസ് ഞാൻ ക്ലിയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി ധൈര്യത്തോടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മുൻപിൽ ഇനി ഏപ്രിലിൽ ഒരു 14 ദിവസവും മെയ് 24 വരെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻപിലുള്ളത് ഒരു 35 ദിവസങ്ങളാണ്, അല്ലേ? 35 ദിവസങ്ങൾ പ്ലസ് ആണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നന്നായിട്ട് നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്തി പ്രിലിമിനറി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. സെക്രട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ധൈര്യത്തോടെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഓക്കെ അല്ലടാ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ഡിഗ്രി പ്രിലിം സ്കില്ലർ ബാച്ച് എന്നൊരു ബാച്ചുണ്ട്. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത, ഇത് പ്രിലിമിനറിക്ക് വേണ്ടിയുള്ള ബാച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം, GKയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 50 ടോപ്പിക്സ് ഉണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, അതിൽ ഈ 50 ടോപ്പിക്സ് ഉണ്ട്. ഈ 50 ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളാണ് GKയിൽ നിങ്ങൾക്ക് കിട്ടുക. അതിന് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം മുഴുവൻ കവർ ചെയ്ത് നമുക്ക് കിട്ടും. ഈ ബാച്ചിൽ 1999 രൂപ മാത്രമാണ് വരിക. ഇതിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ടെസ്റ്റുകളും കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടും. നോട്ട്സ്, PDF ആയിട്ടുള്ള നോട്ട്സ് കിട്ടും. റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ലൈവ് ക്ലാസ്സുകൾ
കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതിൻ്റെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ഉപകാരപ്പെടുന്ന ഒരു ബാച്ചാണ് ഡിഗ്രി പ്രിലിംസ് കില്ലർ ബാച്ച്. 8281223366 ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് തല ഉപയോഗിച്ച് സ്മാർട്ടായിട്ട് മാത്രം വർക്ക് ചെയ്യുക. ഇനിയുള്ള സമയത്തിൽ വെറുതെ എല്ലാം കൂടി വാരി വലിച്ച് പഠിച്ച് സമയം കളയരുത്. സ്മാർട്ടായിട്ട് ആവശ്യമുള്ളത് മാത്രം പഠിച്ച് എക്സാം ക്ലിയർ ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ക്ലിയർ ചെയ്തത്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും പറ്റും. താങ്ക് യു.